ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം ഇന്ന് വായനയ്ക്കും ധ്യാനത്തിനുമായി നമ്മൾ ഒരുങ്ങുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ വലിയ പ്രത്യാശയാണ് ഈ 5-ാം അധ്യായത്തിൽ കാണുന്നത്. അതായത് ഭൗമികവും സ്വർഗീയവുമായ ആ ഭവനങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ ധരിച്ചിരിക്കുന്ന ശാരീരികമായ ഈ ഭൗമികമായ ഭവനം നശിച്ചാലും ദൈവനിർമ്മിതമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട്. അത് നിശ്ചയമാണ്. ആ ഭവനവാസത്തിനുള്ള ആഗ്രഹമില്ലാതിരുന്നാൽ ആത്മീക ശരീരമാകുന്ന ആ വസ്ത്രത്താൽ ഞങ്ങൾ ആച്ഛേദിതരാവുകയില്ല. അതായത് മരണത്തെ തോൽപ്പിച്ച് ജീവനിൽ സ്വർഗീയമായ ഭവനത്തിൽ വസിക്കുവാനുള്ള ആഗ്രഹം അറിയുന്ന ദൈവം അതിനായി ഞങ്ങളെ സജ്ജരാക്കും. ശരീരത്തിലിരിക്കുന്ന കാലത്തോളം ഈ മഹാഭാഗ്യം യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ സാധ്യമല്ല. അതായത് ഭൂമിയിൽ ഇപ്പോഴുള്ള ഈ ശരീരം ഭൗമികമാണെന്നും ഇതിന് ശേഷമുള്ളതായ വാസം നിത്യമാണെന്നും ആ വാസത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും സമ്പത്തുമെന്നാണ് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 7-8 വാക്യങ്ങൾ ഇതിനു ശേഷമുള്ള ജീവനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ബോധ്യമാണ്. അദ്ദേഹം പറയുന്നു, ഒരു ക്രൈസ്തവൻ്റെ പ്രവർത്തനം കേവലം ലൗകികമായ യുക്തിക്കും ജ്ഞാനത്തിനും വിധേയപ്പെട്ട് ലോകപരമായിട്ടുള്ളതല്ല. പ്രത്യുത കർത്താവിൻ്റെ വചനങ്ങളിലുള്ളതും മനുഷ്യഹൃദയം കാണുകയോ ഗ്രഹിക്കുകയോ ചെയ്യാത്തതുമായ ഭാവി ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസനിമിത്തമായിരിക്കണം. 8-ാം വാക്യത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്, ശരീരത്തിൽ നിന്ന് വിട്ടാൽ തൻ്റെ ജീവൻ നശിച്ചുവെന്നല്ല അർത്ഥം. പ്രത്യുത കർത്താവിനോട് കൂടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആത്മാവിൻ്റെ അമർത്യത. ആ ഒരു അമർത്യമായ ജീവനിൽ വിശുദ്ധ പൗലോസ്ലീഹ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഇതോട് ചേർന്ന് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ട കള്ളനോട് പറഞ്ഞ വചനം കൂടി നമ്മൾ ഓർക്കണം. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. അവൻ മരിച്ച അന്ന് തന്നെ കർത്താവിനോടൊപ്പം പറുദീസ പ്രവേശനത്തിന് യോഗ്യമാകുന്ന ഒരവസ്ഥ. അപ്പോൾ അവൻ്റെയും ഭൗതിക ശരീരം ഇവിടെ നഷ്ടപ്പെടുമ്പോൾ അവൻ മറ്റൊരിടത്ത് ജനിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ജീവിച്ചിരുന്നാലും മരിച്ചാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതാണ് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കും. ശരീരം വിട്ടാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ശരീരം വിട്ടിട്ടുള്ള അവസ്ഥ ജീവൻ്റെ അവസ്ഥ തന്നെയാണ്. ഭൗമികമായ ഈ ശരീരമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവ് അപ്പോൾ ജീവിക്കുന്നതുകൊണ്ടാണല്ലോ ശരീരം വിട്ടാലും പ്രസാദിപ്പിക്കുവാൻ സാധിക്കുന്നത്. 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസപരവും പ്രായോഗികവുമായ നിർദ്ദേശങ്ങളാണ്. നമ്മുടെ കർത്താവിൻ്റെ പാപികൾക്ക് വേണ്ടിയുള്ള ആ കുരിശുമരണം, കർത്താവ് അങ്ങനെ മരിച്ചതോടുകൂടി പാപസംബന്ധമായി എല്ലാവരും അവനോ ആ മരണത്തിന് വിധേയമായി കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചതുകൊണ്ട് നാം എല്ലാവരും ഇനി ആ കർത്താവിന് വേണ്ടി ജീവിക്കണം. മശിഹായിൽ ജീവിക്കുന്ന
ഒരുവൻ പഴയതിൽ നിന്ന് പൂർണ്ണമായി വ്യത്യാസപ്പെട്ട് പുതിയ ആളായിട്ട് തീരണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. മാമോദീസയിൽ സംഭവിക്കുന്നത് ഒരു വീണ്ടും ജനനമാണ്. ആത്മീയമായ ഒരു മരണവും ഒരു പുനരുത്ഥാനവും അവിടെ സംഭവിക്കുന്നു. അതാണ് കൊലോസ്യ ലേഖനത്തിന് പൗലോസ്ലീഹ പറയും, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെടുകയും അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാരശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഭൂമിയിലുള്ളതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, സ്വർഗത്തിലുള്ളതാണെന്ന് കൊലോസ്യ ലേഖനത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെയും സ്നാനത്തിലൂടെ പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയത് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. പഴയ ജീവിതത്തിലേക്ക് നമ്മൾ ഇനി പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഓരോ പ്രാവശ്യവും നമ്മൾ കുമ്പസാരിക്കുമ്പോൾ വീണ്ടും ആ സൃഷ്ടിയുടെ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പഴയതിലേക്ക് നമ്മൾ ഇനി പോകാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഒരു പുതിയ ആളായി, പുതിയ സൃഷ്ടിയായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. പിന്നീട് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ സ്ത്രീഹന്മാർ നിരപ്പിൻ്റെ ശുശ്രൂഷകരായി നിയമിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്, അഥവാ അംബാസഡേഴ്സാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ താല്പര്യം മറു രാജ്യത്ത് അറിയിക്കുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകളെയാണല്ലോ നമ്മൾ അംബാസഡേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൻ്റെ അംബാസഡർമാരായി എന്ന് പറഞ്ഞാൽ, സ്വർഗരാജ്യത്തിൻ്റെ താല്പര്യം ഈ ഭൂമിയിൽ അറിയിക്കാനും നിവർത്തിക്കാനും വേണ്ടി വിളിക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്യുന്നവനാണ് ഓരോ വിശ്വാസിയും. ഈ ഒരു ബോധ്യത്തോടെ സ്വർഗരാജ്യത്തിൻ്റെ താല്പര്യം ഇവിടെ നമ്മൾ പൂർണ്ണമാക്കേണ്ടവരാണ്. കർത്തൃ പ്രാർത്ഥനയിൽ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, നിൻ്റെ രാജ്യം വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടത്തേണ്ടത് നമ്മളിലൂടെയാണ്. കാരണം നമ്മളാണ് ആ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി ഇപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നവർ. അത് ക്രൈസ്തവനിലൂടെ വേണം മറ്റ് സമൂഹം അത് അനുഭവിച്ചറിയുവാൻ. പക്ഷേ ഇന്നെന്താണ് സംഭവിക്കുക? അവരെക്കാൾ ഹീനമായ രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികൾ ഇന്ന് തരം താണു പോയിരിക്കുന്നു. എപ്പോഴും മശിഹായുടെ യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഞങ്ങൾ സംസാരിക്കുന്നത് മശിഹായ്ക്ക് വേണ്ടിയാണ്, അങ്ങ് മശിഹായ്ക്ക് പകരമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം ഞങ്ങൾ വഴിയാണ് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. ശ്ലൈഹിക സ്ഥാനത്തിൻ്റെ ശ്രേഷ്ഠത വളരെ സ്പഷ്ടമായി പൗലോസ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. ആ ശ്ലൈഹിക പിന്തുടർച്ചയിൽ സ്ഥിതി ചെയ്യുന്നവരും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിശ്വാസികളും സഭാ നേതൃത്വവും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാനും പറയാനും പ്രവർത്തിക്കാനും നമുക്കാർക്കും സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ വ്യവഹാരങ്ങളോ തർക്കങ്ങളോ ഒന്നും ഭൂമിയിലുണ്ടാവുകയില്ല, ക്രൈസ്തവ സഭയിലുണ്ടാവുകയില്ല. കാരണം ഒരു ചീട് തടിച്ചവന് മറുചീട് കാണിച്ചു കൊടുക്കുകയും ക്രൂശിൽ കിടന്ന് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവിൻ്റെ പ്രാതിനിധ്യമാണ് ക്രൈസ്തവ സഭയ്ക്ക് ഭൂമിയിലുള്ളതെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ആ ഒരു തലത്തിലേക്ക് നമുക്കിപ്പോൾ കടന്നു വരുവാൻ സാധിക്കാത്തത് ഈ ഭൗമികമായ ശരീരം നമ്മൾ ധരിച്ചിരിക്കുന്നത് കൊണ്ടും ഈ ലോകത്തിൻ്റേതായ ആ വലിയ സമ്മർദ്ദം കൊണ്ടുമാണ്. അപ്പം അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെ, വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ, ദൈവവചനം നമ്മിൽ ശക്തമായിട്ട് വസിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ
നമുക്ക് ആ ഭൗമികമായ അവസ്ഥയെ അതിജീവിച്ച് സ്വർഗീയ അവസ്ഥയിൽ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിൽ പൂർവ്വപിതാക്കന്മാരെത്തിയത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുമ്പോൾ പാടുന്നില്ലേ, ലോകം താത സഹോദര ജാതി തറവാട് ആകെ ഉപേക്ഷിച്ച് യേശുവിനായി മരിച്ചാൽ മതി എന്നൊരവസ്ഥയിലേക്ക് പൂർവ്വപിതാക്കന്മാർ പോയത്. ഭൗമികമായതെല്ലാം അവർ വേണ്ടെന്ന് വെച്ചു. ഇന്നോ അതേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൗമികമായതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ ഇത് ഈ 5-ാം അധ്യായം അനുസരിച്ച് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും ഇപ്പോൾ ഭൗമിക ശരീരത്തിലാണ് വസിക്കുന്നതെങ്കിലും സ്വർഗീയമായ ദർശനത്തോടും കാഴ്ചപ്പാടോടും അനുഭവത്തോടും കൂടെ ഭൂമിയിൽ ജീവിക്കാൻ നമുക്കിടയാകണം. നമ്മുടെ വേദപുസ്തക വായന, പ്രാർത്ഥന, ധ്യാനങ്ങൾ ഒക്കെ അതിന് നമ്മെ സഹായിക്കണം. നമ്മുടെ എല്ലാ വായനകളും ധ്യാനങ്ങളും അതിന് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വേദഭാഗ ധ്യാനം ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.